Good morning. Welcome back to Academy of Accounting. This is me, Surendran Betrabara, speaking to you. Today, we are going to see a problem on weighted average cost of capital. So, this is the problem number 3 on the same topic, weighted average cost of capital, and it is a comprehensive problem too. Yes, I read the problem first. After that, we can solve the problem. Okay. Yes, the problem is the following is the capital structure of A Limited. Source, amount, and cost of capital. These are given in the question. Equity capital 2 lakh shares of rupees 10 each, 20 lakh, and cost of capital 11%. Preference share capital 50,000 shares of rupees 10 each, 5 lakh, 8% cost. Retained earnings 10 lakh and 11% cost. 9% debentures rupees 1,000 each, 15 lakh, 4.5% cost. Presently, the debentures are being traded at 94%, preference shares at par, and equity shares rupees 13 per share. Find out the weighted average cost of capital based on book value weights and market value weights. Yes, here in this question, weighted average of cost of capital is to be calculated on the basis of book value weights and market value weights. ബുക്ക് വാല്യൂ വെയ്റ്റ്സിന് മുകളിലും മാർക്കറ്റ് വാല്യൂ വെയ്റ്റ്സിന് മുകളിലും വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ബുക്ക് വാല്യൂ വെയ്റ്റ്സ് ആണ് എടുക്കുക. ബുക്ക് വാല്യൂ വെയ്റ്റ്സ് എന്ന് വെച്ചാൽ ദ വാല്യൂ വിച്ച് ഇസ് ഗിവൺ ഇൻ ദ ബുക്ക് ഇറ്റ് സെൽഫ്. ദറ്റ് മീൻസ് ദ വാല്യൂ ആസ് പെർ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൻ്റെ എത്രയാണോ അതിനകത്ത് കൊടുത്തിരിക്കുന്ന ആ വാല്യൂവിനെ വെച്ചിട്ടാണ് നമ്മൾ ബുക്ക് വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ എന്താണ് ഓരോ സോഴ്സ് ഓഫ് ക്യാപിറ്റലിൻ്റെ ബുക്ക് വാല്യൂ? ഇക്വിറ്റി ക്യാപിറ്റൽ 20 lakhs ആണ് ബുക്ക് വാല്യൂ. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 5 lakh ആണ്. റീറ്റൻഡ് ഏർണിങ്സ് 10 lakhs ആണ്. ഡിബഞ്ചേഴ്സ് 15 lakh ആണ് ബുക്ക് വാല്യൂ ആയിട്ട് തന്നിരിക്കുന്നത്. സോ ബുക്ക് വാല്യൂ വെയിറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഓക്കെ, അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ നോക്കേണ്ടത് ടോട്ടൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ എത്രയാണെന്നാണ്. സി ലുക്ക് അറ്റ് ദ ക്വസ്റ്റ്യൻ. 20 lakhs, 5 lakh, 10 lakhs ആൻഡ് 15 lakhs. ടോട്ടൽ 50 lakhs. 50 ലക്ഷം രൂപയാണ് ടോട്ടൽ ക്യാപിറ്റലായിട്ട് വരിക. സോ ഔട്ട് ഓഫ് 50 lakhs, വാട്ട് ഈസ് ദി പൊസിഷൻ ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ? ഇക്വിറ്റി ക്യാപിറ്റൽ എത്രയാണ് 50 ലക്ഷത്തിനകത്ത് വരിക? 20 lakhs. സോ വെയ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു 20 lakhs ഡിവൈഡ് ബൈ 50 lakhs ഇൻറ്റു 100, ദാറ്റ് ഇസ് ഈക്വൽ ടു 40%. ഓക്കെ, ദെൻ പ്രിഫറൻസ് ക്യാപിറ്റൽ 5 lakh ഡിവൈഡ് ബൈ 50 lakhs ഇൻറ്റു 100, ദാറ്റ് ഇസ് ഈക്വൽ ടു 10%. Retained earnings 10 lakhs divided by 50 lakhs into 100, that is equal to 20%. And debentures 15 lakhs divided by 50 lakh into 100, that is equal to 30%. സി ഇങ്ങനെയാണ് അതിൻ്റെ വെയ്റ്റ് പെർസെൻറ്റേജ് വരിക. ഇക്വിറ്റി ക്യാപിറ്റൽ 40%, പ്രിഫറൻസ് ക്യാപിറ്റൽ 10%, റീറ്റെയിൻഡ് ഏർണിങ്സ് 20% ആൻഡ് ഡിബഞ്ചേഴ്സ് 30%. ഇതായിരിക്കും വെയിറ്റ് ആയിട്ട് വരിക. കോസ്റ്റ് ഇറ്റ് ഇസ് ഗിവൺ. ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇറ്റ് ഇസ് ഗിവൺ. ഓക്കെ, ഇതിനകത്ത് 9% ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നു. 4.5% ആണ്. സോ അസ്യൂം ദാറ്റ് ഇറ്റ് ഈസ് ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡിബഞ്ചേഴ്സ്. കാരണം 9% ആണ് ഇതിൻ്റെ കോസ്റ്റ്, 4.5% ആണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനകത്ത് കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ എന്താണ്, അത് 50% ടാക്സ് ബ്രാക്കറ്റൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഈ ഡിബഞ്ചേഴ്സിനാണ്. അപ്പോൾ 4.5% ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത പാരഗ്രാഫിനകത്ത് എന്താണ് പറയുന്നത് കൃത്യമായിട്ട് നോക്കാം നമുക്ക്. പ്രസൻ്റ്ലി ദ ഡിബഞ്ചേഴ്സ് ആർ ബീയിങ് ട്രേഡഡ് അറ്റ് 94%. ഓക്കെ, ഇത് മാർക്കറ്റ് വാല്യൂ ആണ്. ഈ പറഞ്ഞിരിക്കുന്നത് മാർക്കറ്റ് വാല്യൂ ആണ്. ഡിബഞ്ചേഴ്സിൻ്റെ മാർക്കറ്റ് വാല്യൂ 94% ആയിരിക്കും. ഇപ്പം നിലവിൽ എത്രയാണ് ഡിബഞ്ചേഴ്സിൻ്റെ മാർക്കറ്റ് ബുക്ക് വാല്യൂ? 15 lakh ആണ്. 15 ലക്ഷം രൂപയുടെ പിന്നെ ഡിബഞ്ചേഴ്സാണ് ഉള്ളത്. അത് 94%ലാണ് മാർക്കറ്റ് ചെയ്യപ്പെടുന്നത്, ട്രേഡ് ചെയ്യപ്പെടുന്നത് എന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ദെയർഫോർ മാർക്കറ്റ് വാല്യൂ ഓഫ് 9% ഡിബഞ്ചേഴ്സ് ഇസ് ഈക്വൽ ടു 15 lakh ഇൻറ്റു 94 ഡിവൈഡ് ബൈ 100, ദാറ്റ് ഇസ് ഈക്വൽ ടു 14,10,000. 14,10,000 രൂപയ്ക്കായിരിക്കും ഇപ്പോഴും ഡിബഞ്ചേഴ്സ് ട്രേഡ് ചെയ്യപ്പെടുന്നത്. പ്രിഫറൻസ് ഷെയർസ് അറ്റ് പാർ എന്ന് വെച്ചാൽ പ്രിഫറൻസ് ഷെയർസ് എത്രയാണോ ഇപ്പോഴുള്ളത് അതേ വാല്യൂ തന്നെ തുടരും. ബുക്ക് വാല്യൂ 5 lakh. സോ 5 lakh തന്നെയായിരിക്കും പ്രിഫറൻസ് ഷെയർസിൻ്റെ വാല്യൂ. ആൻഡ് ഇക്വിറ്റി ഷെയർസ് അറ്റ് rupees 13 per share. 13 രൂപയാണ് ഇക്വിറ്റി ഷെയറിൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ ഇക്വിറ്റിയുടെ മാർക്കറ്റ് വാല്യൂ എത്രയായിരിക്കും? മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഈസ് ഈക്വൽ ടു 2 lakh ഷെയർസ്.
2 ലക്ഷം ഷെയർസാണ് ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത്. 2 lakh ഷെയർസ് ഇൻറ്റു 13 rupees ദാറ്റ് ഈസ് ഈക്വൽ ടു 26 lakh. 26 lakh ആയിരിക്കും അതിൻ്റെ മാർക്കറ്റ് വാല്യൂ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പക്ഷേ റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെ മാർക്കറ്റ് വാല്യൂ തന്നിട്ടില്ല. ദാറ്റ് മീൻസ് റീറ്റെയിൻഡ് ഏർണിങ്സ് ഹാസ് നോ മാർക്കറ്റ് വാല്യൂ. മാർക്കറ്റ് വാല്യൂ എന്നൊന്നില്ല റീറ്റെയിൻഡ് ഏർണിങ്സിന്, ബിക്കോസ് ഇറ്റ് ഈസ് റീറ്റെയിൻഡ് ഏർണിങ്സ്. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് മെൻറ്റ് ഫോർ ട്രേഡിംഗ് ഇൻ ദി സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓർ ഇൻ ദി മാർക്കറ്റ്. മാർക്കറ്റിനകത്ത് ട്രേഡ് ചെയ്യപ്പെടേണ്ട ഐറ്റം അല്ല റീറ്റെയിൻഡ് ഏർണിങ്സ്. ബട്ട് ദ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ ഇറ്റ് ഈസ് പ്യുവർലി ബേസ്ഡ് ഓൺ ദ റീറ്റെയിൻഡ് ഏർണിങ്സ്. ഓക്കെ, റീറ്റെയിൻഡ് ഏർണിങ്സും കൂടി വെച്ചിട്ടാണ് ഇക്വിറ്റി ക്യാപിറ്റൽ മാർക്കറ്റിനകത്ത് ട്രേഡ് ചെയ്യപ്പെടുന്നത്. റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് വെച്ചാൽ കമ്പനിക്ക് അകത്ത് സൂക്ഷിക്കുന്ന എമൗണ്ടാണ്, പ്രോഫിറ്റിൽ നിന്ന് മാറ്റിയെടുത്ത് നമ്മൾ സൂക്ഷിക്കുന്ന എമൗണ്ടാണ്. ആ എമൗണ്ട് കൂടി ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇക്വിറ്റി ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയർസ് മാർക്കറ്റിനകത്ത് ട്രേഡ് ചെയ്യപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ട്രേഡ് ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ ഈ റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെ വാല്യൂ കൂടി ഉൾപ്പെട്ടതാണ്. അപ്പോൾ എത്രയാണ് ടോട്ടൽ ഇക്വിറ്റിയുടെ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഈസ് ഈക്വൽ ടു 2 lakh ഇൻറ്റു rupees 13 ദാറ്റ് ഈസ് ഈക്വൽ ടു 26 lakh. 26 ലക്ഷം രൂപ മാർക്കറ്റ് വാല്യൂ ഉള്ള ഇക്വിറ്റി, അത് ഇക്വിറ്റി ക്യാപിറ്റലും റീറ്റെയിൻഡ് ഏർണിങ്സും ചേർന്നിട്ടുള്ള അതിൻ്റെ മാർക്കറ്റ് വാല്യൂ ആണ്. ഇക്വിറ്റി ക്യാപിറ്റൽ പ്ലസ് റീറ്റെയിൻഡ് ഏർണിങ്സ്, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 26 lakh. അതാണ് 26 lakh ആയിട്ട് മാർക്കറ്റ് വാല്യൂ വരിക. അങ്ങനെ വരുമ്പോൾ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ഓൺലി, ഹൗ മച്ച് മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ മാത്രമായിട്ട് മാർക്കറ്റ് വാല്യൂ എത്രയായിരിക്കും? അത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എത്രയാണ് കഴിഞ്ഞ ക്യാപിറ്റൽ സ്ട്രക്ചറിനകത്ത് ഇത് രണ്ടിൻ്റെയും പ്രപ്പോർഷൻ എന്ന് നോക്കുക. അതിൻ്റെ കോമ്പൻസേഷൻ എത്രയാണെന്ന് നോക്കുക. നേരത്തെ 50 ലക്ഷം രൂപ ക്യാപിറ്റൽ ഉണ്ടാകും, ബുക്ക് വാല്യൂ ഉണ്ടാകുന്ന സമയത്ത് അതിൽ 20 lakhs ഫ്രം ഇക്വിറ്റി ക്യാപിറ്റൽ ആൻഡ് 10 lakhs ഫ്രം റീറ്റെയിൻഡ് ഏർണിങ്സ്. ഓക്കെ, 20 lakhs ഫ്രം ഇക്വിറ്റി ക്യാപിറ്റൽ ആൻഡ് 10 lakhs ഫ്രം റീറ്റെയിൻഡ് ഏർണിങ്സ്. അപ്പോൾ അതിൻ്റെ റേഷ്യോ എന്താണ്? 2:1 ഇൻ ദി ക്യാപിറ്റൽ സ്ട്രക്ചർ. 2:1 ഇൻ ദി ക്യാപിറ്റലിനകത്ത് 2:1 ആണ്. അങ്ങനെയാണെങ്കിൽ 26 lakh 2:1 എന്നുള്ള അനുപാതത്തിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. സോ 26 lakh ഇൻറ്റു 2/3 ഈസ് ഈക്വൽ ടു 17,33,333. സോ ഇറ്റ് ഈസ് എ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ. ആൻഡ് റീറ്റെയിൻഡ് ഏർണിങ്സ് മാർക്കറ്റ് വാല്യൂ ഈസ് ഈക്വൽ ടു 26 lakh ഇൻറ്റു 1/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 8,66,667. ഓക്കെ, so this is market value. Therefore market value is equal to market value of different source of finance is equal to equity capital 17,33,333, then preference capital 5 lakh, retained earnings 8,66,667, and debentures 14,10,000. On this basis we can calculate the weight of market value weight of different sources of finance. Let us see how this problem can be solved. Okay. Yes, welcome back. Let us see how to calculate the book value weight. Okay, calculation of book value weights. Equity capital, its composition in the capital structure, it is rupees 20 lakhs. Preference capital 5 lakh, retained earnings 10 lakhs, 9% debentures rupees 15 lakh, and total is equal to 50 lakhs. Then what is the position of equity capital in the capital structure? 20 lakhs into 20 lakhs divided by 50 lakhs into 100, that is equal to 40%. Then here 5 lakh divided by 50 lakhs into 100, that is equal to 10%. Then here 10 lakhs divided by 50 lakhs into 100, that is equal to 20%. Then 15 lakhs divided by 50 lakhs into 100 is equal to 30%. So this is weight. Calculate. So in this way we can calculate the book value weight of there's sources of finance. Equity capital 40, preference capital 10%, retained earnings 20%, and 9% debentures 30%. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ഇനി വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ
കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നോക്കാം നമുക്ക് എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, calculation of weighted average cost of capital. 40, 10%, 20%, 30%. Weight, cost, then weighted cost. Weight 40%, then preference capital 10%, and here it is 20% and 30%. So this is book value weight. And what is the cost? It is given in the question. Okay, cost equity capital 11%, preference capital 8%, retained earnings once again 11%, and 9% debentures 4.5%. After tax it is, okay, 4.5%. So 40% of 11 or 11% of 40. What would be the amount of 40% of 11? That is equal to 4.4%. 4.4%. Then 10% of 8, that is equal to 0.80. Then 20% of 11, that is equal to 2.2%. 30% of 4.5, that is equal to 1.35. Okay, 1.35. Then total is equal to 5, 13, 17, 2, 4, 8.75%. So this is weighted average cost of capital according to book value weight. Book value weight പ്രകാരം 8.75 ഇങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. So we can calculate next the market value weight. Okay, market value weight അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് see after 1 minute. Yes, welcome back. Calculation of market value weight. Total market value of equity. Total market value of equity. It is given in your question. Value of equity is equal to market value of equity. That means in your question it is given that the equity shares at rupees 13 per share, traded at 13 per share. ഒരു ഷെയർ 13 രൂപയ്ക്കാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത്. ടോട്ടൽ യൂണിറ്റ്സ് ഓഫ് ഷെയർ എത്രയാണ്? 2 lakh ഷെയർ ആണ് ഇൻറ്റു 13, ദാറ്റ് ഈസ് ഈക്വൽ ടു 26 lakh. ഇതിന്റെ ടോട്ടൽ എമൗണ്ട് 26 lakh ആയിരിക്കും. 26 ലക്ഷം ഇക്വിറ്റിയാണ്. ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റിയാണ്. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഷെയറും ദെൻ റീറ്റെയിൻ ഏർണിങ്സും ചേർന്നതാണ്. കാരണം മാർക്കറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീറ്റെയിൻ ഏർണിങ്സിന്റെ മാർക്കറ്റ് വാല്യൂ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് റീറ്റെയിൻ ഏർണിങ്സ് ഇറ്റ് ഈസ് നോട്ട് ട്രേഡഡ് ഇൻ മാർക്കറ്റ്. Yes, welcome back. Retained earnings it is not traded in the market. Therefore, only equity shares are traded, and that trading it is based on equity capital and also retained earnings. ഈ retained earnings കൂടി ഉള്ളത് കൊണ്ടാണ് ഇക്വിറ്റിയുടെ മാർക്കറ്റ് പ്രൈസ് വർദ്ധിക്കാൻ കാരണം. അതുകൊണ്ട് മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ അത് ഇക്വിറ്റി ഷെയറിന്റെയും റീറ്റെയിൻ ഏർണിങ്സിന്റെയും മാർക്കറ്റ് വാല്യൂ ചേർന്നതാണ്. ഓക്കെ, നോക്കാം നമുക്ക് എങ്ങനെയാണ് ഇതിനകത്ത് റീറ്റെയിൻ ഏർണിങ്സും ഇക്വിറ്റി ക്യാപിറ്റലും വരിക എന്ന് നോക്കാം. സോ ഇത് ഏതിൻ്റെയൊക്കെയാണ്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റി ക്യാപിറ്റൽ പ്ലസ് റീറ്റെയിൻഡ് ഏർണിങ്സ്, ഇത് രണ്ടും ചേർന്നതാണ് 26 lakh എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്തായിരിക്കും? മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു, ഇത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഇത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ
ബുക്ക് വാല്യൂ എത്രയാണ് ഇക്വിറ്റിയുടേതെന്ന് നോക്കാം. ടോട്ടൽ സ്ട്രക്ചറിനകത്ത് എത്രയാണ് ടോട്ടൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തത്? 50 ലക്ഷമാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത്. അതിൽ 20 ലക്ഷം ഇക്വിറ്റി ക്യാപിറ്റലും 10 lakhs റുപ്പീസ് റീറ്റെയിൻഡ് ഏർണിങ്സുമാണ്. ഓക്കെ, 20 ലക്ഷം രൂപ ഇക്വിറ്റി ക്യാപിറ്റലും ഇപ്പൊ നിലവിൽ 10 ലക്ഷം രൂപ റീറ്റെയിൻഡ് ഏർണിങ്സുമാണ്. അപ്പൊ ടോട്ടൽ 50 lakhs റുപ്പീസിനകത്ത് 20 lakhs എന്ന് പറയുന്നത് 20 lakhs 40% ആണ് വരിക. ദെൻ 10 lakhs എന്നുള്ളത് 20% ആണ് വരിക. 4:2 അതാണ് ഇതിന്റെ അനുപാതം എന്ന് പറയുന്നത്. അതർവൈസ് വി ക്യാൻ ഷോർട്ടൻ ഇറ്റ് ആസ് 2:1. 2:1 ഇറ്റ് ഈസ് ദി പ്രൊപ്പോർഷൻ. മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ആ 2:1 ബേസ് ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 26 lakh ആണ് ടോട്ടൽ എമൗണ്ട്. അപ്പൊ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി എത്രയായിരിക്കും? 2:1 ആണ് ഇതിന്റെ കോമ്പോസിഷൻ ഇൻ ദി ക്യാപിറ്റൽ സ്ട്രക്ചർ. Therefore 26 lakh into 2/3 that is equal to 17,66,667. 17,33,333. Okay, so this is the market value of equity capital. Then market value of retained earnings is equal to 26 lakh into 1/3. ബാക്കി വരുന്ന പോർഷൻ ആണ്. So that is equal to 8,66,667. So this is the portion of retained earnings. That means market value of retained earnings. മാർക്കറ്റ് വാല്യൂ ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സും ഇക്വിറ്റിയും കിട്ടി. ഇനി ബാലൻസ് എന്താ ഉള്ളത്? പ്രിഫറൻസ് ക്യാപിറ്റൽ. ബാക്കി വരുന്ന പ്രിഫറൻസ് ക്യാപിറ്റലിന്റെ മാർക്കറ്റ് വാല്യൂ എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രിഫറൻസ് ക്യാപിറ്റൽ, മാർക്കറ്റ് വാല്യൂ ഓഫ് പ്രിഫറൻസ് ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു പ്രിഫറൻസ് ഷെയർസ് ആർ ട്രേഡഡ് അറ്റ് പാർ എന്നാണ് ക്വസ്റ്റ്യൻ അകത്ത് തന്നിരിക്കുന്നത്. അറ്റ് പാർ എന്ന് വെച്ചാൽ എത്രയാണോ ബുക്ക് വാല്യൂ അതിന് തന്നെയാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത്. പ്രിഫറൻസ് ക്യാപിറ്റൽ ബുക്ക് വാല്യൂ 5 lakh ആണ്. Therefore 5 lakh തന്നെയായിരിക്കും അതിന്റെ മാർക്കറ്റ് വാല്യൂവും 5 lakh തന്നെയായിരിക്കും. ദെൻ 9% ഡിബഞ്ചേഴ്സ് ട്രേഡ് ചെയ്യപ്പെടുന്നത് പക്ഷേ ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് 94% എന്നാണ്. മാർക്കറ്റ് വാല്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് 9% ഡിബഞ്ചേഴ്സ് ഇസ് ഈക്വൽ ടു ടോട്ടൽ 15 lakh റുപ്പീസ് ആണ് ഉള്ളത്. അത് 94% ആണ് ഇപ്പോൾ ട്രേഡ് ചെയ്യപ്പെടുന്നത്. ദാറ്റ് മീൻസ് 15 lakh into 94 divided by 100 that is equal to 14,10,000. 14,10,000 രൂപയ്ക്കാണ് ഇപ്പം നിലവിൽ ട്രേഡ് ചെയ്യപ്പെടുന്നത്. സോ ദിസ് ഇസ് എ മാർക്കറ്റ് വാല്യൂ. അപ്പൊ എന്തൊക്കെയാണ് മാർക്കറ്റ് വാല്യൂ? 17,33,333 ഫോർ ഇക്വിറ്റി ക്യാപിറ്റൽ, 8,66,667 ഫോർ റീറ്റെയിൻഡ് ഏർണിംഗ്സ്, 5 lakh ഫോർ പ്രിഫറൻസ് ആൻഡ് 14,10,000 ഫോർ ഡിബഞ്ചർ ക്യാപിറ്റൽ. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ മാർക്കറ്റ് വാല്യൂ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, മാർക്കറ്റ് വാല്യൂ വെയിറ്റ് ഇക്വിറ്റി മാർക്കറ്റ് വാല്യൂ വെയിറ്റ് ഇക്വിറ്റി ക്യാപിറ്റൽ പ്രിഫറൻസ് ക്യാപിറ്റൽ. ഇതേ രീതിയിലാണ് നമ്മൾ നേരത്തെ എഴുതിയത്, അതുകൊണ്ടാണ് ആ രീതി മാറാതെ എഴുതുന്നത്. റീറ്റെയിൻഡ് ഏർണിംഗ്സ് ആൻഡ് ഡിബഞ്ചേഴ്സ് 9% ഡിബഞ്ചേഴ്സ്. സി ഇതിന്റെ മാർക്കറ്റ് വാല്യൂ വെയിറ്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സി അതിന് മുമ്പായിട്ട് ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ആദ്യം നമുക്ക് നോക്കാം. മാർക്കറ്റ് വാല്യൂ, ഓക്കെ, മാർക്കറ്റ് വാല്യൂ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇപ്പോൾ ഇക്വിറ്റി ക്യാപിറ്റൽ 17,33,333, പ്രിഫറൻസ് ക്യാപിറ്റൽ 5 lakh, retained earnings 8,66,667, debentures 14,10,000. Okay, then ഇതിന്റെ ടോട്ടൽ എത്രയാണെന്ന് നോക്കുക. സോ ദാറ്റ് ടോട്ടൽ വിൽ ബി 45,10,000. So this is the total amount of
മാർക്കറ്റ് വാല്യൂ ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഓക്കെ, മാർക്കറ്റ് വാല്യൂ ഓഫ് യുവർ ക്യാപിറ്റൽ. ഇത് ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ക്യാപിറ്റൽ 45,10,000 ആയിട്ട് മാറുന്നു. ഓക്കെ, നേരത്തെ എത്ര ഉണ്ടായിരുന്നത്? 50 ലക്ഷം ടോട്ടൽ ഉണ്ടായിരുന്ന മാർക്കറ്റ് വാല്യൂ കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് എന്താണ് ഇതിന്റെ വെയിറ്റ് എന്ന് നോക്കാം. വെയിറ്റ് ഈസ് ഈക്വൽ ടു വെയിറ്റ് മാർക്കറ്റ് വാല്യൂ വെയിറ്റ് ഈസ് ഈക്വൽ ടു 17,33,333 into 100 divided by 45,10,000. That is equal to equity capital weight is equal to 38.4%. 38.4%. Then preference capital weight is equal to 5 lakh divided by 45,10,000 into 100, that is equal to 11.1%. 11.1%. Then retained earnings is equal to 8,66,667 divided by 45,10,000, that is equal to 19.2%. 19.2%. And debenture capital weight is equal to 31.3%. 31.3%. Okay, so this is the market value weights. ഇനി എങ്ങനെയാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ദെൻ കാൽക്കുലേഷൻ ഓഫ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഫസ്റ്റ് മാർക്കറ്റ് വാല്യൂ വെയ്റ്റ്സ്. അത് നമുക്ക് എഴുതി വെക്കാം. ആദ്യം തന്നെ 38.4%, 11.1%, 19.2% and 31.3%. Okay, then market value weight is given, cost next, and last weighted cost. Cost as usual, as in the previous case, cost is equal to equity capital 11%. Then preference capital is equal to 8%. Retained earnings is once again 11%. Then debt capital is equal to 4.5%. So multiply these two, market value weights with the cost. Then you will arrive at preference equity capital 4.22%. Preference capital 0.89%. Then retained earnings is equal to 2.11%, and debenture capital is equal to 1.41. Okay, then total is equal to 8.63. So this is weighted average cost of capital according to market value weight. Okay, ഇങ്ങനെയാണ് മാർക്കറ്റ് വാല്യൂ വെയിറ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.